രസമുള്ള മണം വീശും കാറ്റേ വന്ന് നിസ്സരിന്റെ കഥ പറഞ്ഞ അതും പ്രാർത്ഥനാ നാളങ്ങൾ എന്ന ഷോർട്ട് ഫിലിമിലത്തെ ഒരു പാട്ടിനാണ് എനിക്ക് അവാർഡ്, ബെസ്റ്റ് സിംഗർ എന്നുള്ള അവാർഡ് കിട്ടിയത്. ഖത്തറിൽ നിന്ന് തന്നെ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയാണ്. 28-ാം തീയതി PJ ആൻ്റണി സ്മാരക ദേശീയ അവാർഡ് ഉണ്ടായിരുന്നു. അതിനാണ് ഞാൻ മെയിനായിട്ട് വന്നത്. പ്രശസ്ത നാടക നടനും നാടക സംവിധാനവും പിന്നെ സിനിമ നടനൊക്കെ ആയ TJ രവി സാറിന് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്ന വേദിയിൽ വെച്ചിട്ട് അദ്ദേഹം തന്നെ എനിക്ക് അവാർഡ് തന്നിരുന്നു. അതും പ്രാർത്ഥനാ നാളങ്ങൾ എന്ന ഷോർട്ട് ഫിലിമിലത്തെ ഒരു പാട്ടിനാണ് എനിക്ക് അവാർഡ്, ബെസ്റ്റ് സിംഗർ എന്നുള്ള അവാർഡ് കിട്ടിയത്. അതിലെനിക്ക് വളരെ നല്ല സന്തോഷമുണ്ട്. ഹിബ ഖത്തർ മലയാളി സമൂഹത്തിനിടയിൽ തൻ്റെ തനതായ ശൈലി കൊണ്ട് ഒരു ഇടം നേടിയെടുക്കാൻ കഴിഞ്ഞ അനുഗ്രഹീത ഗായിക. ഫൈസൽ പാവറട്ടി സംവിധാനം ചെയ്തൊരുക്കിയ പ്രാർത്ഥനാ നാളങ്ങളെന്ന ഷോർട്ട് ഫിലിമിനു വേണ്ടിയുള്ള ഗാനാലാപനത്തിലൂടെ 16ാമത് PJ ആൻ്റണി മെമ്മോറിയൽ അവാർഡ് കൈയടക്കിയതിന് ശേഷമുള്ള സന്തോഷം എഫ് മീഡിയയോട് പങ്കിടുന്നു. അതിനുശേഷം നാട്ടിൽ നിന്ന് പ്രാദേശികമായ അനുമോദനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കിട്ടി. ഞാൻ പാട്ട് പഠിച്ചത് കലാഭവനിൽ വെച്ചിട്ടായിരുന്നു, ഖത്തറിൽ തന്നെ. എൻ്റെ മ്യൂസിക് സാറ് അഭിലാഷ് സാറും ശില്പ ടീച്ചറും കൂടിയിട്ടായിരുന്നു. പക്ക ക്ലാസിക്കൽ കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ കുറേ ഖത്തറിൽ തന്നെ കുറേ സ്റ്റേജ് ഷോസും ഷോർട്ട് ഫിലിംസും ഒരു മൂവിയിലും പാടിയിട്ടുണ്ടായിരുന്നു. അഴകുള്ള തമിഴ് പേസും മല്ലികപ്പൂവേ, കുറ്റാല കുളിരരുവിക്ക് കുഞ്ഞനുജത്തി, പൂമാല പൂങ്കുരുവിക്ക് കൂട്ടുകാരി. KK നിഷാദങ്ങളെ കൂടെ പാടിയൊരു സോങ് ഉണ്ട് മൂവിയിൽ, ലവ് റിവെഞ്ച് എന്ന് പറഞ്ഞിട്ട്. ആ മൂവിയിലത്തെ സോങ് ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് പാടിയത് ദ മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിമിൽ വാനമ്പാടി എന്ന് പറഞ്ഞ സോങ് ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. നിന്നെ തേടി പാടി ഞാനീ രാഗം, ഏതോ താളം ഏതോ പിന്നെയാണ് പ്രാർത്ഥനാ നാളങ്ങളിലത്തെ പാട്ട് ഇറങ്ങിയത്. ഇതും ഇതുപോലെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഫൈസൽ അങ്കിളാണ് ഇതിൻ്റെ ഡയറക്ടറും. പിന്നെ ഞാൻ റെക്കോർഡിംഗ് എല്ലാം ഖത്തറിൽ തന്നെ വെച്ചായിരുന്നു, സക്കീർ അങ്കിളുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ റെക്കോർഡിങ്ങും. ഇതിൻ്റെ റിവ്യൂസും വളരെ നല്ലതായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. റിവ്യൂസ് കണ്ടിട്ട് എനിക്കും നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഈ പാട്ട് നീ എൻ മടിത്തട്ടിൽ ചാഞ്ഞുറങ്ങൂ വന്നെന്നുണ്ണി, നീയുറങ്ങൂ. താരാട്ടിനീളം പകർന്നമ്മ പാടിടാം, ഉണ്ണിയുറങ്ങുവന്നുണ്ണി. താരാട്ടിനീളം പകർന്നമ്മ പാടിടാം, ഉണ്ണിയുറങ്ങുവന്നുണ്ണി. നീ എൻ മടിത്തട്ടിൽ ചാഞ്ഞുറങ്ങൂ വന്നെന്നുണ്ണി, ഉറങ്ങൂ. ശരിക്കും എന്താ പറയുക, നല്ലോണം ഉൾക്കൊള്ളുന്ന പാട്ടായിരുന്നു. ഇതിൻ്റെ ലിറിക്സും മ്യൂസിക്കും എല്ലാം ഫിലിം ഡയറക്ടറും എല്ലാം
ശരിക്കും നല്ലതായിരുന്നു, നല്ല ഹാർട്ട് ടച്ചിങ് ഷോർട്ട് ഫിലിമായിരുന്നു. ആൻഡ് ഇതിന് അവസരം തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ KG മുതലേ അവിടെ തന്നെയായിരുന്നു, ഖത്തറിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. +2 ഖത്തറിൽ തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ ഫാർമസി ടെക്നോളജി പഠിക്കുകയാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ദോഹ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, ദോഹ യൂണിവേഴ്സിറ്റിയിൽ. എനിക്കതിലായിരുന്നു താല്പര്യം, അപ്പോൾ ഞാൻ അതിനായിട്ട് പോയി. ആൻഡ് നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. മൂവി പ്ലേബാക്ക് സിംഗേഴ്സിനായിട്ട് ഞാൻ സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ മെയിൻ ഇവൻറ്റ്സിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഖത്തറിൽ തന്നെ. അസമുല്ല മണം വീശും കാറ്റേ വന്ന് മിസ്രിന്റെ കഥ പറഞ്ഞാട്ടേ, മുഹബത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്തല്ലേ ചിരി തൂകി. മധു ബാലകൃഷ്ണൻ സാറിൻ്റെ കൂടെ ഒരു ആൽബം സോങ് പാടിയിട്ടുണ്ടായിരുന്നു. രാജീവ് ആലുങ്കൽ സാർ രചിച്ച റാഫി വക്കം അങ്കിളാണ് എനിക്ക് ആ ഒരു ചാൻസ് തന്നത്. മഴയോട് പരിഭവിക്കും മാർഗഴിപ്പൂവേ, അഴകുള്ള തമിഴ് പേസും മല്ലികപ്പൂവേ, കുറ്റാല കുളിരരുവിക്ക് കുഞ്ഞനുജത്തി, പൂമാല പൂങ്കുരുവിക്ക് കൂട്ടുകാരി. വിവിധങ്ങളായ പരിപാടികളിലൂടെ ഒട്ടനവധി പ്രശസ്തരോടൊപ്പം വേദികൾ പങ്കിടാൻ അവസരം ലഭിച്ചിട്ടുള്ള ഹിബ എന്ന ഗായികയ്ക്ക് സംഗീത ലോകത്ത് ഉന്നതങ്ങളിലെത്താൻ അവസരങ്ങൾ ഒരുങ്ങട്ടെ എന്ന പ്രാർത്ഥനകളോട്